പെപ്സി, ഡാബർ തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാക്ഷ്യപത്രം നൽകാൻ IMA തീരുമാനിച്ചതിനെതിരെ പയ്യന്നൂർ സ്വദേശി ഡോക്ടർ KV ബാബുവാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സദാചാര വിരുദ്ധ സമിതിയെ സമീപിച്ചത്. ബാബുവിൻ്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂൺ 28-ന് കൗൺസിൽ യോഗം കൂടി നടപടികളെടുത്തു. 1,56,00,000 രൂപയുടെ കരാർ IMAയ്ക്ക് റദ്ദാക്കേണ്ടി വന്നു. പുസ്തക കമ്പനികൾക്ക് കൂട്ടുനിന്ന ഡോക്ടർമാർക്കെതിരെ 1 വർഷം ചികിത്സാ വിലക്കിന് ശുപാർശയും ചെയ്തു. കേരള ഘടകം പ്രസിഡന്റ് AV ബാബു, മുൻ പ്രസിഡന്റ് രാജഗോപാലൻ നായർ, മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ധനംപ്രകാശ്, DR റോയ് എന്നിവർക്കെതിരെയാണ് ശുപാർശ. 6 മാസത്തിനകം ശിക്ഷ പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് കൗൺസിൽ ചട്ടം. എന്നാൽ 7 മാസമായിട്ടും നടപടിയുണ്ടായില്ല. ദേശീയ രാഷ്ട്രീയ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. Why is it not being implemented? This is a total violation of medical ethics. And to victimize a person who has brought that to light is a double violation. And certainly the Medical Council of India, it is its duty to uphold ethical standards. എത്തിക്സ് കമ്മിറ്റിയുടെ നിർദ്ദേശം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് MPമാരായ ബൃന്ദ കാരാട്ടും P രാജീവും കത്തെഴുതിയിട്ടുണ്ട്. JK അൻസാർ, മീഡിയ